അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. എന്താണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്നറിയാമോ? നമുക്ക് മനസ്സിലാക്കണം, മിക്ക കെമിക്കൽ റിയാക്ഷൻസും നടക്കുമ്പോൾ ഒന്നെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്ന സബ്സ്റ്റൻസുകൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, അതല്ലെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്യും. മനസ്സിലായോ? ഒന്നെങ്കിൽ ചുറ്റിനുമുള്ള ഹീറ്റിനെ ഈ റിയാക്ഷൻ നടക്കുന്ന വസ്തുക്കൾ അബ്സോർബ് ചെയ്തെടുക്കും, അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? റിയാക്ഷൻ ചെയ്യുന്ന വസ്തുക്കൾ അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്യും. അങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്ത് കളയുകയോ ചെയ്യുന്ന, അതായത് ഹീറ്റിന് ഈ രീതിയിലൊരു വ്യത്യാസം വരുത്തുന്ന റിയാക്ഷൻസിനെ തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് ഒരു റിയാക്ഷൻ ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അബ്സോർബ് ഹീറ്റ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു, റിലീസസ് ഹീറ്റ്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന റിയാക്റ്റൻസ് സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ടാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ചുറ്റിനും ഹീറ്റിനെ വലിച്ചെടുക്കുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ. ഇനി അതേസമയം അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്, ആ റിയാക്റ്റൻസ് ഇരിക്കുന്ന സറൗണ്ടിങ്സിലേക്ക് ഹീറ്റിനെ പുറന്തള്ളുവാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ സറൗണ്ടിങ്സിൻ്റെ ചൂട് കൂട്ടുന്നു, റിയാക്ഷൻ നടക്കുന്നിടത്തുനിന്ന് പുറത്തേക്ക് ഹീറ്റിനെ വിടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്, എക്സോതെർമിക് റിയാക്ഷൻ എന്താണെന്ന് പിടികിട്ടിയില്ലേ? അത് നന്നായി മനസ്സിലാക്കണം, ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് തിരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ നോക്കുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ്റെയും എക്സോതെർമിക് റിയാക്ഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് ഏതൊക്കെയോ ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ഹീറ്റിനെ സറൗണ്ടിങ്സിൽ നിന്ന് വലിച്ചെടുക്കുന്നു, മറ്റു ചിലത് ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത്, ഒരു 5 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് 5 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അതിനുശേഷമോ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പീസസ് ഓഫ് മഗ്നീഷ്യം ഇടുക. മഗ്നീഷ്യത്തിൻ്റെ കുറച്ച് പീസസ് ഇടുക. മഗ്നീഷ്യത്തിൻ്റെ കുറച്ച് പീസസാണിത്, മഗ്നീഷ്യം, Mg എന്ന അതിൻ്റെ സിമ്പിൾ. ഇതിനെ രണ്ടിനെയും കൂടെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലെടുത്തിട്ട് റിയാക്ട് ചെയ്യിക്കാൻ പോകുന്നത്. ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി, ഇനി ഒന്നും ഇതിനെ ചെയ്യേണ്ട. ഇതിനെ ഡൈല്യൂട്ട് HCl എടുത്തു, അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഗ്നീഷ്യത്തിൻ്റെ പീസസിനെ ഇട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ എക്സ്പെരിമെൻറ്റ്. എന്താ അപ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ റിയാക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂട് ഫീൽ ചെയ്യും. മനസ്സിലായോ? ഇതിനെ റിയാക്ട് ചെയ്യിക്കാൻ അനുവദിക്കുക. റിയാക്ഷൻ നടന്നതിന് ശേഷം ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ചോട്ടിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ വാമായിട്ട് തോന്നും, കുറച്ച് ചൂട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇവിടുന്ന് ചൂടൊന്നും കൊടുത്തിട്ടില്ല, നമ്മളിതിനെ തീയുടെ മുകളിലൊന്നും കാണിച്ചിട്ടില്ല. ഇത് റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ ചൂട് ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? റിയാക്ഷൻ ചെയ്ത് ഈ റിയാക്റ്റൻസ് പുറത്തേക്ക് ഹീറ്റിനെ വിട്ടത് കൊണ്ടല്ലേ, പുറത്തേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? ഇത് പുറത്തേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്തുകൊണ്ട് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പഠിക്കണം. മനസ്സിലായോ? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യവും കൂടെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് റിയാക്ട് ചെയ്യാൻ അനുവദിച്ചപ്പോൾ ഹീറ്റിനെ റിലീസ് ചെയ്തു. അതുകൊണ്ട് ഈ ടെസ്റ്റ് ട്യൂബ് ചൂടായി. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? മഗ്നീഷ്യത്തിനോടൊപ്പം എന്തുണ്ടായിരുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന ഒരു കെമിക്കൽ ഫോം ചെയ്തു, MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ്. അതായത് ഈ മഗ്നീഷ്യം, ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ആറ്റംസ് ഉണ്ടായ, ഈ ക്ലോറിൻ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് വേർപെട്ട് മഗ്നീഷ്യത്തിനോട് ചേർന്നു. അതുകൊണ്ട് മഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്തു. പിന്നെ എന്താ ഇവിടെ ബാക്കിയുള്ള? ഹൈഡ്രജനാണ് ഉള്ളത്. അതുകൊണ്ട് H2ഉം ഫോം ചെയ്തു. H2 എന്നാൽ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. മനസ്സിലായോ? അതായത് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഫോം ചെയ്തു. അതോടൊപ്പം തന്നെ ആ ടെസ്റ്റ് ട്യൂബ് ചൂടായല്ലോ, അതുകൊണ്ട് ഹീറ്റും ഫോം ചെയ്തു, ഹീറ്റിനെയും റിലീസ് ചെയ്തു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വേണം ആ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ കാണിക്കാനായിട്ട്. ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടു. അതായത് നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു. എക്സോതെർമിക് ആണെന്ന് മനസ്സിലാക്കണം, ഹീറ്റിനെ റിലീസ് ചെയ്തതുകൊണ്ട്. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം പെർമാഗ്നറ്റ് ക്രിസ്റ്റൽസ്. നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ക്രിസ്റ്റൽസ് എങ്ങനെയാണെന്നൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ കണ്ടിരുന്നു. പൊട്ടാസ്യം പെർമാഗ്നറ്റ് ക്രിസ്റ്റൽസിനെ ഒരു ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക.
അതായത് നേരത്തെ പോലെ ഒരു ആസിഡ് ഒന്നും ആഡ് ചെയ്യേണ്ട, വെള്ളം ആഡ് ചെയ്യേണ്ട, വെറുതെ ഈ പൊട്ടാസ്യം പെർമാഗ്നറ്റ് ക്രിസ്റ്റൽസിനെ മാത്രം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ചൂട് കൊടുക്കുക. അതിനെ ഇതേപോലെ ഒരു മെഴുകുതിരിയിലോ, ബർണർ എന്ന് പറയും കേട്ടോ, ഇതേപോലെ ചൂട് കൊടുക്കുന്നത് ഒരു ബർണറിൻ്റെ മുകളിൽ കാണിച്ചിട്ട് ഈ ടെസ്റ്റ് ട്യൂബിനെ ചൂട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്യേണ്ടത്, നമ്മൾ കത്തിച്ച ഒരു ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ, അത് ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. ഇവിടെ ഇതിൽ തൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ വരെ ആ തിരിയെ ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യും? ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട എക്സ്പെരിമെൻറ്റ്. ഇനി ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ചന്ദനത്തിരി ചെറിയ രീതിയിൽ ഇവിടെ ഒരു തീ ഉണ്ടായിരിക്കുമല്ലോ, ചെറിയ രീതിയിൽ അത് കത്തുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇത് കൊണ്ട് കാണിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ കത്താൻ തുടങ്ങുന്നു, ഇതിൽ നല്ല രീതിയിൽ തീ പിടിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു ഒബ്സർവേഷൻ. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഇതാണ്. ഇനി നമുക്ക് നോക്കാം, ഇത് നമുക്ക് ബാഹ്യമായി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി കെമിക്കലി ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കാം. എന്താ നമ്മൾ ചെയ്തത്? പൊട്ടാസ്യം പെർമാഗ്നറ്റിനെ ഹീറ്റ് ചെയ്യിക്കുകയാണ് ചെയ്തത്, ശരിയല്ലേ? ഇവിടെ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഹീറ്റിനെ റിയാക്റ്റൻറ്റിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്? റിയാക്റ്റൻറ്റ് പുറത്തേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്യുമല്ലായിരുന്നല്ലോ, ഹീറ്റിനെ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻഡോതെർമിക് എന്ന് പറയാം. ഇവിടെ റിയാക്ട് ചെയ്യുന്ന സാധനം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് എന്തോ ഒരു റിയാക്ഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറയാം. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതുകൊണ്ട് ഇതിനെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. കെമിക്കലി അവിടെ നടന്ന റിയാക്ഷൻ എന്താണെന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി. പൊട്ടാസ്യം പെർമാഗ്നറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി? പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡുമായി മാറി അല്ലേ? അതിൻ്റെ കൂടെ ഓക്സിജൻ ഗ്യാസും റിലീസ് ആവുന്നുണ്ട്. കണ്ടോ, റിയാക്ടൻ സൈഡിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആൻഡ് ഹീറ്റ്, എന്നിട്ട് പ്രൊഡക്റ്റായിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത്? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. അതായത് എന്ത് മനസ്സിലായി? ഈ ഒരു റിയാക്ഷനിൽ ഓക്സിജൻ റിലീസ് ആകുന്നു എന്ന് മനസ്സിലായി അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ മുകളിൽ കാണിച്ചപ്പോൾ ചന്ദനത്തിരി നന്നായി കത്താൻ തുടങ്ങിയതായും ഒബ്സർവ് ചെയ്തല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്? ഈ റിയാക്ഷനിൽ റിലീസായ ഓക്സിജൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇൻസെൻസ് സ്റ്റിക്ക് അങ്ങനെ നന്നായി കത്തിയത്. എന്താണ് കാരണം? ഓക്സിജൻ്റെ പ്രസൻസിൽ വസ്തുക്കൾ നന്നായി ബോൺ ചെയ്യുമല്ലോ. ബോൺ ചെയ്യാനായി ഓക്സിജൻ നന്നായി ആവശ്യമല്ലേ? അതുകൊണ്ട് ഓക്സിജൻ്റെ പ്രസൻസിൽ നന്നായി ബോൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പം എന്തുകൊണ്ട് ഇൻസെൻസ് സ്റ്റിക്ക് നന്നായി ബോൺ ചെയ്തു എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടി. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോടൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഇൻ ദിസ് റിയാക്ഷൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡീകമ്പോസസ് വിത്ത് അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡീകമ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വിഘടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പല റിയാക്ഷൻസ് പഠിക്കുമ്പോഴും ഡീകമ്പോസ് ചെയ്തു എന്നുള്ളൊരു വാക്ക് ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് പഠിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച റിയാക്ഷനിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ഫോമുല ഇതാണ്, KMnO4. ഈ ഫോമുല പഠിക്കുകയൊന്നും വേണ്ട, ഇപ്പം ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സാധനത്തിനെ ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, അഥവാ ഇത് വിഘടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഓരോ കോമ്പണൻസും സെപ്പറേറ്റഡ് ആയി എന്നാണ് അർത്ഥം. അതായത് ഇതിൽ ചൂട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ കോമ്പണൻസ് ആയിട്ട് അത് സ്പ്ലിറ്റായി പോയി എന്ന് മാത്രം ഡീകമ്പോസ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഇനി 2-3 സ്ഥലത്ത് ഡീകമ്പോസ് ചെയ്യുക എന്നുള്ളത് ആവശ്യം വരും. ഇവിടെ തെർമൽ ഡീകമ്പോസിഷൻ നടന്നു, അതായത് ഇവിടെ ചൂട് കൊണ്ട് ഡീകമ്പോസ് ചെയ്തു. ഇനി ചിലപ്പം ലൈറ്റ് കൊണ്ട് ഡീകമ്പോസ് ചെയ്യാം, ഇനി വേറെ എന്തെങ്കിലും മാർഗം കൊണ്ട് ഡീകമ്പോസ് ചെയ്യാം. എന്തായാലും ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കോൺസ്റ്റുവൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായിട്ട് അത് വിഘടിച്ച് മാറി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് കണ്ടാൽ മതി, ഇത് പഠിക്കണ്ട. എന്തായാലും ഇതിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന ഈ വസ്തുവിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പം ഡീകമ്പോസ് ചെയ്തു എന്ന് പറയാൻ കാരണം ഇത് ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റുവൻറ്റ് കോമ്പോണൻസ് ആയിട്ട് അത് സ്പ്ലിറ്റായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പം എന്തെങ്കിലും ഒരു വസ്തു ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് ആയിട്ട് അത് സ്പ്ലിറ്റായി മാറി എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaOH. NaOHനെ എങ്ങനെ വായിക്കണമെന്ന് നമ്മൾ പഠിച്ചു? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡ്, കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റും കൂടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എണ്ണയും ഒഴിച്ചും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം ആ ടെസ്റ്റ് ട്യൂബ് ചൂടാകുമോ തണുത്തിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ, ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പം നോക്കുക, ഇങ്ങനെ ഒരു റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയായിരിക്കുമെന്ന് അറിയാമോ? HCl-ഉം NaOH-ഉം കൂടെ റിയാക്ട് ചെയ്യുമ്പം H2O ഉണ്ടാകുന്നു. അതായത് ഈ OH-ഉം ഇവിടുത്തെ H-ഉം കൂടെ, ഈ ഹൈഡ്രജൻ്റെ ഈ ആറ്റമും ഈ OH എന്നുള്ളതും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു H2O ആയി മാറുന്നു. പിന്നെ എന്തൊക്കെയാണുള്ളത്? ഇവിടെയുള്ള സോഡിയവും ഈ ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് NaCl ആവുന്നു. ഓക്കെ, അങ്ങനെ ഒരു റിയാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ ഹീറ്റും ലിബറേറ്റഡ് ആവുന്നുണ്ട്, അതായത് ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പറയാം? ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. പുറത്തേക്ക് ചൂട് പോകുന്നത് കൊണ്ട് എന്താണ്? ഇത് എക്സോതെർമിക് ആണെന്ന് പറയാം. അത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി നോക്കൂ, എന്താ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്? NaCl-ഉം H2O-യും കൂടെയുള്ളൊരു മിക്സ്ചർ. NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സാധാരണ കോമൺ സോൾട്ട്, നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന കറി ഉപ്പ് തന്നെയാണ് NaCl. NaCl-ഉം H2O-യും കൂടെയുള്ളൊരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപ്പുവെള്ളം തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ഈ ഒരു റിയാക്ഷനിൽ നിന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ, അതൊരു ആസിഡ് ആണല്ലോ, അല്ലേ? ആസിഡാണ്. NaOH എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു? അതൊരു ആൽക്കലി ആണെന്ന് കണ്ടായിരുന്നു. അതൊരു ആൽക്കലിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു ആസിഡും ഒരു ആൽക്കലിയും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലേ? ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ആയി പോകും എന്ന് മനസ്സിലാക്കുക. അപ്പം ആസിഡും ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു കാര്യം കൂടെ വെറുതെ കേട്ടിരുന്നോളൂ, ഇനി ഒത്തിരി തവണ പഠിക്കാനുള്ളതാണ്. ഇപ്പം നമുക്ക് പഠിക്കാനില്ല, വെറുതെ കേട്ടാൽ മതി. എപ്പോഴും ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും അതിൻ്റെ കറസ്പോണ്ടിങ് സോൾട്ടും ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചോളൂ. ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും ഇവിടുന്ന് കിട്ടാവുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ടും കൂടെ ആയിരിക്കും എപ്പോഴും പ്രോഡക്റ്റായി ഉണ്ടാവുന്നത്. അതിപ്പോൾ പഠിക്കാനില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ഒത്തിരി തവണ അത് ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? HCl-ഉം NaOH-ഉം കൂടെ റിയാക്ട് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ 2-3 എൻഡോതെർമിക് റിയാക്ഷൻ്റെയും എക്സോതെർമിക് റിയാക്ഷൻ്റെയും ഒക്കെ എക്സാമ്പിൾ കണ്ടല്ലോ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ്. ഫോട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഫോട്ടോ എന്ന ഒരു വേർഡിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും അർത്ഥമാക്കുന്നത് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ സംബന്ധിച്ച്, പ്രകാശത്തിനെ സംബന്ധിച്ചത് എന്നുള്ളൊരു അർത്ഥമാണ് ഈ ഫോട്ടോ എന്നുള്ളൊരു വേർഡിന് അർത്ഥം പറയാവുന്നത്. നമ്മൾ ക്രോമാറ്റോഗ്രഫി പഠിച്ചപ്പോഴത്തേക്കും കണ്ടിരുന്നു, ക്രോമ എന്ന് വന്നു കഴിഞ്ഞാൽ അത് കളറിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണെന്ന് കണ്ടല്ലോ. അതേപോലെ തന്നെ ഫോട്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ലൈറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇവിടെ ലൈറ്റുമായി കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ശരി, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടോപ്പിക് എന്താണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ ഫോട്ടോ കെമിക്കലാണെങ്കിൽ നേരത്തെ പഠിച്ചത് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ എന്താ പഠിച്ചത്? തെർമൽ എനർജി കൊടുക്കുമ്പോൾ അഥവാ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് തെർമോ കെമിക്കൽ റിയാക്ഷനാണ്. അതല്ലെങ്കിൽ എങ്ങനെയാണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുവാണെങ്കിൽ, ഹീറ്റ് പുറത്തേക്ക് വരുവാണെങ്കിലും അതൊരു തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ എൻഡോതെർമിക്കും എക്സോതെർമിക് റിയാക്ഷനും പഠിച്ചത്. ഇവിടെയും അതേപോലെ തന്നെയാണ് കാര്യം. പക്ഷേ ഹീറ്റിന് പകരം എന്താണ് വരുന്നത്? ലൈറ്റാണ് വരുന്നത്. അതായത് ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുവെങ്കിൽ അതും ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും, ലൈറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതും ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് നമുക്ക് പറയാവുന്ന ഏറ്റവും കോമൺ ആയൊരു എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ആണ് ഏറ്റവും കോമൺ എക്സാമ്പിൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും കണ്ടിട്ടുള്ളതും. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ചെടികളും പച്ചിലകളും ഒക്കെ അവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. പച്ചിലകളിലൊക്കെ പ്രസൻ്റ് ആയിരിക്കുന്ന ക്ലോറോഫിൽ എന്നൊരു സബ്സ്റ്റൻസ് ആണ് ഇത് നടത്തുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് ക്ലോറോഫിലിനെ കുറിച്ചല്ല അധികം പഠിക്കേണ്ടത്, ഫോട്ടോസിന്തസിസിൽ എങ്ങനെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ഗ്രീൻ പ്ലാന്റ്സും കുറച്ച് ആൽഗേസും പിന്നെ കുറച്ച് ബാക്ടീരിയാസും ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിച്ച് തന്നെയാണ്.
ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ നമ്മുടെ സാധാരണ പച്ചിലകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സോളാർ എനർജി ഇല്ലേ, സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം യൂസ് ചെയ്ത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വെള്ളവും ഉപയോഗിച്ച് അവയ്ക്ക് ആവശ്യമായ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ആ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. വാട്ടർ ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ സൺലൈറ്റ് ഉപയോഗിക്കുന്നു. ഇത് മൂന്നുമാണ് റിയാക്ടൻ സൈഡിൽ എഴുതാവുന്നത്. എന്നിട്ട് പച്ചിലകളിലൊക്കെ പ്രൊഡക്റ്റായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. കണ്ടോ, ഗ്ലൂക്കോസും ഓക്സിജനും. ബാലൻസ് ചെയ്തൊരു കെമിക്കൽ ഇക്വേഷനാണ് അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത്. H2O 6H2O plus 6CO2 plus sunlight giving C6H12O6 plus 6O2. C6H12O6 എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണെന്ന് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷനാണ് അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത്. അതും പഠിച്ചിരിക്കണം. ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കേണ്ടത്, ഈ റിയാക്ഷനിലൂടെ പ്രോഡക്റ്റായി കിട്ടുന്ന ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ആ C6H12O6, ആ സബ്സ്റ്റൻസിനെ, ആ ഗ്ലൂക്കോസിനെ ചെടികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർച്ചായിട്ടാണ്. അതേപോലെ തന്നെ ഒന്നുകൂടെ നോക്കുക, നമ്മൾ നേരത്തെ റിയാക്ഷൻസിൽ കണ്ട പോലെ തന്നെ ഇവിടെയും പ്രോഡക്റ്റിൽ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. നേരത്തെയും പല റിയാക്ഷൻസിലും പ്രോഡക്റ്റ് സൈഡിൽ ഒരു ഗ്യാസ് ഫോം ആയത് നമ്മൾ കണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ഗ്യാസാണ് ഫോം ചെയ്തിരിക്കുന്നത്? 6O2 എന്ന് കണ്ടോ, ഓക്സിജൻ ഗ്യാസ് അവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ കണ്ടത്? ചെടികളിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഓക്സിജൻ ഒരു ബൈ പ്രോഡക്റ്റായി പുറത്തേക്ക് വരുന്നു എന്നല്ലേ ഈ റിയാക്ഷൻ കാണിക്കുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, മനുഷ്യരാണെങ്കിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ? അതിൻ്റെ കാരണം അത് തന്നെയാണ്. കണ്ടോ, ആ റിയാക്ഷനിൽ റിയാക്ടൻ സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡക്റ്റായി ബൈ പ്രോഡക്റ്റായി പുറത്തേക്ക് വിടുന്നത് ഓക്സിജനുമാണ്. അപ്പം നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ്? ഈ ഫോട്ടോസിന്തസിസ് എന്ന ഈ കാണുന്ന ഈ റിയാക്ഷൻ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. കാരണം അവിടെ റിയാക്ടൻ സൈഡിലെ സൺലൈറ്റ് എന്ന് കണ്ടോ, സൺലൈറ്റ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. സൺലൈറ്റിൻ്റെ പ്രസൻസിലല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് ഒരിക്കലും നടക്കുന്നില്ല. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്. ഇതുപോലെ നമുക്ക് നല്ലതായി പരിചയമുള്ള 1-2 ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസും കൂടെ നോക്കാം. ഒന്നാമത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വെയിൽ ഒട്ടും കൊള്ളാത്ത ഒരാൾക്ക്, വെയിലത്ത് തീരെ ഇറങ്ങാത്ത ഒരാൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാവുന്നത്? വൈറ്റമിൻ ഡിയുടെ ഫോർമേഷൻ മനുഷ്യ ശരീരത്തിൽ നടക്കണമെങ്കിൽ സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് വൈറ്റമിൻ ഡി ഫോം ചെയ്യുന്നതും ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലൂടെ തന്നെയാണ് ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ. അതേപോലെ തന്നെ ഒത്തിരി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കറുത്തു പോകും എന്ന് പറയില്ലേ? അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലെ മെലാനിൻ എന്ന സബ്സ്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് സ്കിന്നിൻ്റെ കളർ കൂടുന്നതായിട്ട്, അതായത് സ്കിൻ കൂടുതൽ കറുത്ത് വരുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒത്തിരി സൺലൈറ്റ് കൊള്ളുന്ന ഒരാളിൽ ഈ മെലാനിൻ ഫോർമേഷൻ കൂടുതലായിരിക്കും. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്കിന്നിൽ മെലാനിൻ ഫോം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇതേപോലെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. അതായത് സൺലൈറ്റ് കൂടുമ്പോൾ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കൂടുതലായി ഈ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ആവുന്നതായിട്ടും സ്കിൻ കൂടുതൽ ഡാർക്കായി വരുന്നതായിട്ടും തോന്നും. ഇതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ലൈറ്റിനെ പുറത്തേക്ക് വിടുന്ന ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫയർഫ്ലൈസിൻ്റെ കാര്യം, മിന്നാമിനിങ്ങിൻ്റെ കാര്യം. മിന്നാമിനിങ്ങിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എൻസൈമും ഒക്കെ റിയാക്ട് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴേക്കും എനർജി ലൈറ്റിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ കാണുന്നതും ഫോട്ടോ കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിൾ തന്നെയാണ്. അടുത്തതായി നല്ല രീതിയിൽ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് സിൽവർ ബ്രോമൈഡിൻ്റെ കാര്യമാണ്. സിൽവർ ബ്രോമൈഡ്, ഓക്കെ, AgBr എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഫോർമുല. AgBr, സിൽവർ ബ്രോമൈഡ്. ഇത് സിൽവർ, ഇത് ബ്രോമിൻ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സിൽവർ ബ്രോമൈഡ് എന്ന് വായിക്കണം. ഇതൊരു സോൾട്ട് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ നമ്മൾ സാധാരണ സോൾട്ട് എന്ന് വിളിക്കുന്നത് ടേബിൾ സോൾട്ടിനെയാണ്. നമ്മൾ കറിയുപ്പ്, നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന ഉപ്പിനെയാണ്. അത് NaCl ആണെന്ന് നമ്മൾ പഠിച്ചല്ലോ. NaCl ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സോൾട്ട്. അത് ടേബിൾ സോൾട്ട് എന്നാണ് പറയുന്നത്, ടേബിൾ സോൾട്ട്. എന്നാൽ കെമിസ്ട്രിയിൽ വെറുതെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ NaCl മാത്രമല്ല. സോൾട്ടുകൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാനുണ്ടാവും. ഇതേപോലെ പല സോൾട്ടുകളും നമുക്ക് കെമിസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. കോപ്പർ സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള സോൾട്ടുകളുണ്ട്. അതേപോലത്തെ ഒരു സോൾട്ടിൻ്റെ എക്സാമ്പിളാണ് ഈ സിൽവർ ബ്രോമൈഡ്. അപ്പോൾ നമ്മളോട് സിൽവർ ബ്രോമൈഡ് ഉപയോഗിച്ചിട്ട് ഒരു ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 വാച്ച് ഗ്ലാസ്സിൽ, 2 ചെറിയ പാത്രത്തിൽ സിൽവർ ബ്രോമൈഡിൻ്റെ സോൾട്ട് എടുക്കുക.
എടുക്കുക. എന്നിട്ട് അതിൽ ഒരു വാച്ച് ഗ്ലാസ് ഒരു കറുത്ത തുണി കൊണ്ട് അല്ലെങ്കിൽ കറുത്ത പേപ്പർ കൊണ്ട് നന്നായി മൂടി വയ്ക്കുക. എന്നിട്ട് ഈ 2 വാച്ച് ഗ്ലാസും വെയിലത്ത് കൊണ്ട് വയ്ക്കുക, സൺലൈറ്റ് കൊള്ളിക്കുക. കുറച്ചധികം സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ തുറന്നു വെച്ചിരിക്കുന്ന പാത്രത്തിലെ സിൽവർ ബ്രോമൈഡിൻ്റെ കളർ മാറി ഒരു ബ്ലാക്കിഷ് കളറായി മാറിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ബ്ലാക്ക് കളറിലെ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾക്ക് ആക്ടിവിറ്റിയിലൂടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇവിടെ ഒരു കളർ ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. കളറിൻ്റെ ചേഞ്ചൊക്കെ വന്നാൽ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ഈ അടച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൽ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ടില്ല, കാരണം അവിടെ കളർ ചേഞ്ച് സംഭവിച്ചില്ല. ഇനി ഇവിടെ കളർ ചേഞ്ച് സംഭവിക്കാൻ കാര്യം എന്താ? ഇവിടെ നമ്മൾ ലൈറ്റിനെ ഇൻപുട്ടായി കൊടുത്തല്ലോ. ഇവിടെ ലൈറ്റ് കൊടുത്തു, എന്നാൽ ഇവിടെ ലൈറ്റ് ഇല്ല, ഇവിടെ അടച്ചാണ് വെച്ചിരുന്നത്. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടന്നു. അതായത് സിൽവർ ബ്രോമൈഡിന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ആ റിയാക്ഷൻ നടന്നതെന്ന് നോക്കാം. നമ്മൾ മനസ്സിലാക്കണം, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ സിൽവർ ബ്രോമൈഡ് എന്ന ഈ ഒരു സോൾട്ടിന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അത് ലൈറ്റ് കൊള്ളുമ്പോൾ ഇതിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്ത് സംഭവിക്കുന്നു? ഡീകമ്പോസിഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് എവിടെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്തിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഡീകമ്പോസ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റുവൻസ് ആയി മാറി എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതേപോലെ തന്നെ അവിടെ ഹീറ്റ് കൊടുത്താണ് ഡീകമ്പോസ് ചെയ്തതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്യുന്നത്? ലൈറ്റ് കൊള്ളുമ്പോഴാണ്. അങ്ങനെ സിൽവർ ബ്രോമൈഡ് ഡീകമ്പോസ് ചെയ്ത് അഥവാ സിൽവർ ബ്രോമൈഡ് സ്പ്ലിറ്റായി പോയ റിയാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിൽവർ ബ്രോമൈഡിനെ ലൈറ്റിൻ്റെ പ്രസൻസിൽ കൊണ്ടുവച്ചപ്പോൾ ഇവിടെ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് ഇത് സോളിഡ് ആണെന്നാണ്. സിൽവർ ബ്രോമൈഡിനെ ലൈറ്റിൻ്റെ പ്രസൻസിൽ കാണിച്ചപ്പോൾ അത് എന്തൊക്കെയായി സ്പ്ലിറ്റായി പോയി? എങ്ങനെയാണത് വിഘടിച്ചത്? സിൽവറായിട്ട് മാറി പ്ലസ് ബ്രോമിനായിട്ട് മാറി അല്ലേ? അതല്ലേ കാണിച്ചിരിക്കുന്നത്? 2Ag + Br2 എന്ന് കാണിച്ചിരിക്കുന്നു. ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ സിൽവർ എന്നും ബ്രോമിനെന്നുമായി സിൽവർ ബ്രോമൈഡ് സ്പ്ലിറ്റായി പോയി ലൈറ്റിൻ്റെ പ്രസൻസിൽ. ഇത്ര മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഈ റിയാക്ഷനിൽ നമുക്ക് എന്ത് കാണാം? ബ്രോമിൻ ഇവിടെ ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് സിൽവർ ബ്രോമൈഡ് സൂര്യപ്രകാശത്തിൽ വെക്കും തോറും അതിൻ്റെ ഉള്ളിലെ ബ്രോമിൻ ഗ്യാസായി വായുവിലേക്ക് പോകുന്നു. ബാക്കി നമുക്ക് ആ പാത്രത്തിൽ എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ? സിൽവർ മാത്രമേ കിട്ടുന്നുള്ളൂ. സിൽവർ ബ്രോമൈഡിലെ ബ്രോമിൻ ഗ്യാസായി വായുവിലേക്ക് അലിഞ്ഞു പോയി. അപ്പം സിൽവറാണ് നമുക്ക് ആ പാത്രത്തിൽ ബാക്കി കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനൊരു ഗ്രേ കളർ അല്ലെങ്കിൽ ഗ്രേയിഷ് ബ്ലാക്ക് കളർ, അതിനൊരു കളർ വ്യത്യാസം കാണുന്നത്. നന്നായി മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സിൽവർ ബ്രോമൈഡിന് കളർ വ്യത്യാസം വരുന്നതെന്ന്.